ഇന്ത്യൻ റെയിൽവേ മാറി തുടങ്ങിയെന്ന് മനസ്സിലായ ഒരു യാത്രയാണിട്ടത്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ദൂരയാത്രകൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ട്രെയിനുകളെയാണ്. ഒരു 3 മാസം മുമ്പ് ഇതേ ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്തിരുന്നു. ഇത്രയും വൃത്തിഹീനമായ യാത്ര എന്റെ ജീവിതത്തിൽ വേറെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ട്രെയിനിന്റെ അവസ്ഥ ആകെ മാറിയിട്ടാ. ഇതൊരു പുതിയ ട്രെയിനായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ആദ്യമായാണ് ഇതുപോലെ ഇത്രയും വൃത്തിയുള്ള ഒരു ട്രെയിനിൽ ഞാൻ കയറുന്നത് തന്നെ. ഞാൻ വന്ദേ ഭാരതിൽ ഇതുവരെയും യാത്ര ചെയ്തിട്ടില്ല. അത് നല്ല ട്രെയിനാണെന്ന് കുറെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ ഞാൻ അതിൽ കയറാൻ ശ്രമിക്കാം. പക്ഷെ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയാണിത്. അത് വൃത്തിയുടെ കാര്യത്തിൽ കേട്ടാ. ട്രെയിനിൽ കയറിയപ്പോൾ ആദ്യം നോക്കിയത് തന്നെ ഈ വൃത്തിയാണ്. ഇപ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ട്രെയിനിലില്ല. നിങ്ങളൊന്ന് നോക്കി എന്ത് വൃത്തിയായിട്ടാണ് ഈ സ്ഥലമൊക്കെ കിടക്കുന്നത്. അതുപോലെ മുൻപൊക്കെ വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകളും വാഷ് ബേസിനുകളും ഒരു സാധാരണ കാഴ്ചയായിരുന്നു. എന്നാൽ ഇത്തവണത്തെ യാത്രയിൽ എനിക്ക് അത് മാറി എന്നാണ് തോന്നുന്നത്. ഭയങ്കര വ്യത്യാസം ട്രെയിനുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ബാത്റൂമുകളും വാഷ് ബേസിനുകളും വളരെ വൃത്തിയായിരിക്കുന്നു. ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ മൊത്തത്തിൽ റെയിൽവേ നന്നായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനി അങ്ങോട്ടും ഇതൊക്കെ തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ലപോലെ. അതുപോലെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യമാണ് യാത്രക്കാരുടെ ചില പ്രവൃത്തികൾ. അതിന് ഇന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല. കുറച്ച് ആളുകൾ ചേർന്ന് അവിടെ ഓളിയിട്ട് ഗ്രൂപ്പായിട്ട് പാട്ട് പാടുക. ഇവർ ചിലപ്പോൾ ഒരു കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇവർ അന്വേഷിക്കുന്നില്ല. ചില സമയങ്ങളിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ ഇവർ ഈ പേക്കൂത്ത് കാണാറുണ്ട്. പക്ഷെ ഇത്തവണ ഈ പട്ടാപ്പകലാണ് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണാൻ സാധിച്ചത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കാതെ, നിങ്ങളുടെ സന്തോഷം ആനന്ദം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും കൂടി പരിഗണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടാവും. അതുപോലെ ഇനി ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇതേ ട്രെയിനിൽ ഞാനൊരു മസാല ദോശ വാങ്ങി കഴിച്ചിരുന്നു. അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് ഇന്നും മാറിയിട്ടില്ല കേട്ടാ. എന്നാലും ട്രെയിനിനെ ഇത്രയും മാറ്റം വന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഭക്ഷണത്തിന് ഉണ്ടായോ എന്നറിയാൻ ഞാനൊരു ബ്രെഡ് ഓംലെറ്റ് വാങ്ങി കഴിച്ചു. സംഭവം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. ടേസ്റ്റ് മാത്രമല്ല, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ മലയാളികളുടെ ഇഷ്ടപാനീയമാണ് ഈ ചൈനയിൽ നിന്ന് വന്ന ചായ. ഏതൊരു ട്രെയിൻ യാത്രയിലും ചായ കുടിക്കാത്ത ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാനൊരു ചായ വാങ്ങി. ആ ചായ വായ വയ്ക്കാൻ കൊള്ളില്ലെങ്കിലും പഞ്ചസാരയുടെയും വെള്ളത്തിന്റെയും അതിപ്രസരം നന്നായി ഉണ്ടായിരുന്നു കേട്ടാ. സാധാരണ ചായ ഉണ്ടാക്കാറുള്ളത് പാലിൽ വെള്ളം ഒഴിച്ചാണ്. എന്നാൽ ഈ ചായ ഉണ്ടാക്കിയത് 3/4 വെള്ളം എടുത്തിട്ട് അത് പേരിന് കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ്. മൊത്തത്തിലൊരു വാട്ടക്കാരി ചായ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ട്രെയിനിൽ പോകുന്ന അത്രയും രസമുള്ള പരിപാടി വേറെ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്ത് രസമല്ലേ ഈ കാഴ്ചകളൊക്കെ കാണാൻ. പുറത്ത് കാണുന്ന തെങ്ങുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കേരളമാണെന്ന്. കാരണം തെങ്ങുള്ള നാടാണല്ലോ കേരളം. എന്നാൽ സത്യത്തിൽ ഇത് തമിഴ്നാടാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് ആവശ്യമുള്ള തേങ്ങ വരെ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില. എന്തായാലും നന്നായിക്കൊണ്ടിരിക്കുന്ന റെയിൽവേക്ക് എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തട്ടാ.